ഹലോ ഡിയേഴ്സ്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പേരയ്ക്ക വെച്ചിട്ടുള്ള ഐസാണ് കേട്ടോ. നമുക്കിതിന് വേണ്ടിയിട്ട് ഒരു 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ പേരയ്ക്ക അതിന് വേണ്ടിയിട്ട് ഐസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പേരയ്ക്ക പൊട്ടിക്കാനുള്ള ഒരു പരിപാടിയാണ് നിങ്ങളിവിടെ കാണുന്നത് കേട്ടോ. നമ്മുടെ വീടിൻ്റെ പുറകുവശത്ത് നിൽക്കുന്ന പേരയ്ക്ക മരത്തുമെന്ന് പേരയ്ക്ക പൊട്ടിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ നമ്മളിതൊരു 5 വർഷമായി നട്ടിട്ട് അതിൽ നമുക്ക് അത്യാവശ്യം പേരയ്ക്കൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു 3 പേരയ്ക്ക കിട്ടി കേട്ടോ. കുറച്ച് പഴുപ്പ് കുറവുണ്ടായിരുന്നു അത്, എന്നാലും കുഴപ്പമില്ല. ഇത് നമ്മൾ സാധാ ഉള്ളിൽ വെള്ള കളറുള്ള പേരയ്ക്കല്ല കേട്ടോ, ഉള്ളിലൊരു പിങ്ക് റോസ് കളർ വരുന്ന കേട്ടോ. അപ്പോൾ 3 എണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ആദ്യം പാല് തിളപ്പിച്ച് വയ്ക്കണം. ഒരു 3 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് പാലൊന്ന് തിളപ്പിച്ചിട്ട് ചൂടാറാനായിട്ട് വയ്ക്കണം. അതിനുശേഷം നമ്മൾ പേരയ്ക്ക നന്നായി കഴുകിയിട്ട് അതിൻ്റെ തൊലി ചെത്തിയെടുക്കണം. തൊലി ചെത്തിയ ശേഷം നമ്മളത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് പഞ്ചസാര കൂടി ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നല്ല പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ചെയ്തപ്പോൾ അതിൽ ചെറിയ തരികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീണ്ടും ഒന്നുകൂടി അരച്ചു. എന്നിട്ട് നന്നായി അരഞ്ഞതിന് ശേഷം പിന്നെ അതൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ തിളപ്പിച്ച് ആറി വെച്ചിട്ടുള്ള പാലുകൂടി ചേർത്തിട്ട് അത് വീണ്ടും ഒന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് അത്യാവശ്യം ഒരു ലൂസായ പരുവത്തിൽ അത് കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. അത് ഈ ഒരു പേരയ്ക്കയും പാലും കൂടി അടിച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നല്ല രസമുണ്ട്. എന്നിട്ട് നമ്മൾ ഐസിൻ്റെ കഴുകി വെച്ചിട്ടുള്ള മോൾഡിലേക്ക് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള ഈ പേരയ്ക്കയുടെ മിക്സ് ഒഴിച്ചെടുക്കുക. ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഫ്രീസറിൽ വെച്ചിട്ട് അത് തണുപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഐസ് റെഡിയാണ് കേട്ടോ. അപ്പോൾ സിമ്പിളാണ്, എല്ലാവരും ചെയ്ത് നോക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഷെയർ ചെയ്യാം കേട്ടോ എല്ലാവർക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ.